ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് സാംസങ്ങിന് ഗ്രീൻ ലൈൻ ഇഷ്യൂയോട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഐബണിലുണ്ട് കാണാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഹെൽപ്പ് ചെയ്യും. സോ അടുത്തത് ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫോൺ ആയിക്കോട്ടെ, വൺ പ്ലസ്, ഓപ്പോ, വിവോ, ഈ ഫോണിൻ്റെ സർവീസ് രീതികൾ വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ കമ്പനിക്ക് അവരായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സാംസങ് ആയിരിക്കും കുറച്ചും കൂടെ നമ്മളെ അവരുടെ പ്രൊസീജിയറാണ് കുറച്ചും കൂടെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് കസ്റ്റമേഴ്സിനെ. എന്നിരുന്നാലും സാംസങ്ങിൻ്റെ ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിനെ അവർ പോയി എടുക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിനൊക്കെയുള്ള വാറണ്ടി അഡീഷണൽ എടുക്കുക എന്നുള്ളതാണ്. മിക്കയിടത്തും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈജിയോ ഓക്സിജനോ അങ്ങനെയുള്ള ഷോറൂമുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളൊരു ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ആപ്പിളിലാണെങ്കിൽ ആപ്പിൾ കെയർ പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അല്ല, സാംസങ്ങിനെ സംബന്ധിച്ചുള്ള നമ്മൾ മൈജിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജനിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു ഓതറൈസ്ഡ് ഷോറൂമുകളിൽ ചെല്ലുമ്പോഴും ആക്ച്വലി അവർ നമ്മളോട് ചോദിക്കും, സാർ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കട്ടെ എന്ന് ചോദിക്കും. ഡിസ്പ്ലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു വാറണ്ടി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഫോണിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള പ്ലാൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ് തരുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മളോട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലാനിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. സോ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഫോണിൽ എങ്ങനെ നമുക്ക് സാംസങ് കെയർ പ്ലസിൻ്റെ പ്ലാനുകൾ നോക്കാം, എങ്ങനെയാണ് ഇത് എക്സ്റ്റൻഷൻ ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സിലേക്ക് പോവുക. അതായത് നമ്മുടെ മെനുവിൽ കയറി സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് എബൌട്ട് ഫോണിൽ ചെല്ലുക. അവിടെ നമുക്ക് ഇവിടെ സാംസങ് കെയർ പ്ലസ് എന്ന ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റാണ്. സാംസങ് കെയർ പ്ലസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോട്ട് കവേർഡ് 24 days ലെഫ്റ്റ് ടു സൈൻ അപ്പ്. അതായത് ഈ 24 days കൂടെ എനിക്കുണ്ട് ഈ ഒരു സാംസങ് കെയർ പ്ലസ് എടുക്കാനുള്ള ഓപ്ഷൻ സാംസങ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഫോൺ എടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സാംസങ് കെയർ പ്ലസിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നെറ്റ് ഓൺ ആയിരിക്കണം. സോ നമുക്കിവിടെ ഒരു പേജിലേക്ക്, സാംസങ്ങിൻ്റെ ഒരു പേജിലേക്ക് പോകും. ഇതാണ് സാംസങ്ങിൻ്റെ 4 പ്ലാനുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്നത് സാംസങ് കെയർ പ്ലസ് 2 year ഡിവൈസ് പ്രൊട്ടക്ഷൻ പ്ലാനാണ്. അതായത് അതിനകത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺസ്, ഫിസിക്കൽ ഡാമേജ്, ഡ്രോപ്സ് ആൻഡ് ലിക്വിഡ് സ്പിൽസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. 3499 ആണ്. അതായത് 2 വർഷത്തെ ഒരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 എബോ ഉള്ള ഫോണുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 50 എബോ ഉള്ള ഫോണുകൾക്കോ ഫ്ലാഗ്ഷിപ്പ് ഉള്ള ഫോണുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. അടുത്ത രണ്ടാമത്തെ പ്ലാൻ വരുന്നത് സാംസങ് കെയർ പ്ലസ് 6 months സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ്. അതായത് 169 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തേക്ക് ആക്സിഡൻ്റൽ ഡാമേജോ അല്ലെങ്കിൽ ബ്രോക്കൺ സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ 6 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ വാറണ്ടി കിട്ടും. അതായത് നിങ്ങളുടെ നിലവിലുള്ള ഫോണിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള ഇത്. അതായത് നിലവിലുള്ള ഫോണിൽ 1 year വാറണ്ടിക്കുള്ളിൽ കൂടാതെ തന്നെ ഒരു 6 month തൊട്ട് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടെ നിങ്ങൾക്ക് അതിൽ കിട്ടും. അടുത്തത് വന്നത് സാംസങ് കെയർ പ്ലസ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ ഫോർ സ്മാർട്ട് ഫോൺസ്. അതായത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ആക്സിഡൻ്റൽ ഡാമേജില്ല. എനിക്ക് തോന്നുന്നു നോർമൽ വാറണ്ടിയിൽ നമുക്ക് ആക്സിഡൻ്റ് ഡാമേജിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള പ്ലാനാണ് ഇത് വരുന്നത്. നോർമൽ 1 year വാറണ്ടി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഡിസ്പ്ലേ പൊട്ടുകയോ എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചേഞ്ച് ചെയ്ത് തരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഒരു പ്ലാനൊക്കെ ഉപകാരപ്പെടും. ഈ 6 month പ്ലാൻ നല്ലൊരു പ്ലാൻ തന്നെയാണ്. അടുത്തത് സാംസങ് കെയർ പ്ലസ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ ഫോർ സ്മാർട്ട് ഫോൺസ്. അതായത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ആക്സിഡൻ്റൽ ഡാമേജ് ലൈക്ക് ക്രാക്ക്ഡ് ഓർ ബ്രോക്കൺ. അത് 999. ഇതാണ് മിക്ക ഷോപ്പുകാർ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇത്. അത് 1 വർഷമാണ്. അതായത് നിലവിലുള്ള നോർമൽ വാറണ്ടിയുടെ കൂടുതൽ എക്സ്ട്രാ ഒരു വർഷത്തെ നമുക്ക് ഡിസ്പ്ലേ വാറണ്ടി ഇതിന് കിട്ടുന്നുണ്ട്. മിക്കതും ഡിസ്പ്ലേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാറണ്ടി എല്ലാം കാണിച്ചിരിക്കുന്നത്. അടുത്തത് സാംസങ് കെയർ പ്ലസ് ആക്സിഡൻ്റൽ ഡാമേജ് ആൻഡ് ലിക്വിഡ് ഡാമേജ്. അതായത് വെള്ളം അതുപോലെ അല്ലാതെ പൊട്ടിപ്പോകുന്ന വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ ഡാമേജും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു 1899, അതായത് നേരത്തെ പറഞ്ഞ പ്ലാൻ്റെ ഒരു വർഷത്തെ പ്ലാനായിട്ട് ചുരുക്കിയതാണ്. അപ്പോൾ 1899 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു പ്ലാനും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്ലാനാണ്. പിന്നെ നമുക്കുള്ളത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി പ്ലാനാണ്. അതായത് സാംസങ് കെയർ പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി. അതായത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ആൻഡ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. അതായത് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു 12 months പ്ലാനാണ് 1699 രൂപ. അപ്പോൾ ഇത്രയും 4 പ്ലാനാണുള്ളത്. അതിലെനിക്ക് വർത്തായിട്ട് തോന്നിയത് ഈ 999 അതുപോലെ തന്നെ ഈ 12 months ഈ ഒരു പ്ലാനുമാണ്. അതായത് നോർമൽ ഒരു മിഡ് റേഞ്ച് ലെവലുള്ള ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം പ്ലാനുകളായിരിക്കും നല്ലത്. നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ നമ്മൾ EMI എടുത്തിട്ടായിരിക്കും. മിക്ക ആൾക്കാർ എല്ലാവരും പൈസ വെച്ചിട്ടല്ല, റെഡി പൈസ കൊടുത്തിട്ടൊന്നും ഒരു ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊക്കെ EMIയിലായിരിക്കുമല്ലോ ഫോൺ എടുക്കുന്നത്. EMIയിൽ എടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ EMI എടുക്കുന്നു, ഡൗൺ പേയ്മെൻറ്റ് ഇത്ര % അടയ്ക്കണം, അതിനുശേഷം EMI എടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് എക്സ്റ്റൻഡ് നോർമൽ 1 year വാറണ്ടിയിൽ മാനുഫാക്ചറിംഗ് ഇഷ്യൂസ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. പക്ഷേ ആക്സിഡൻ്റ് ആയിട്ടുള്ള
പ്രശ്നങ്ങളും അല്ലാതെ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് ഇത്തരം പ്ലാനുകൾ എടുത്താൽ ക്ലെയിം ചെയ്യാനും ഈസി ആയിരിക്കും. അവർക്ക് ഒന്നും എക്സ്ക്യൂസ് പറയാനായിട്ട് ഓപ്ഷൻസ് ഇല്ല. സോ നിലവിൽ നിങ്ങൾ അത്യാവശ്യം ഫണ്ട് മുടക്കിയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്ലാനുകൾ കൂടെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പം OnePlus ഒക്കെ ലൈഫ് ടൈം കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അത് മാനുഫാക്ചറിങ് ഇഷ്യൂസിലാണ്. പക്ഷേ ഫിസിക്കൽ ഡാമേജ് ഒക്കെ സംഭവിക്കും നമ്മുടെ ഫോണിന്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ S23 അൾട്രയുടെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അതായത് പുള്ളി ആക്സിഡൻ്റ് ഡാമേജ് ഉണ്ടായി, ഡിസ്പ്ലേ ഒരു സൈഡ് പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം പോയിട്ട് ക്ലെയിം ചെയ്തു, അതായത് ഒരു 1 ഇയർ എക്സ്റ്റൻഷൻ വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഇതുപോലെ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അവർ പാർട്സ് ഓർഡർ കൊടുക്കാമെന്ന് സംഭവിച്ചു. അതായത് ഡേറ്റ ബാക്കപ്പിന് ശേഷം മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം അവർ പാർട്സ് ഓർഡർ കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. സോ ഈസി ആയിരിക്കും, പ്രോസസ്സ് പെട്ടെന്ന് സ്പീഡപ്പ് ആയിരിക്കും. ഇതൊന്നും എടുക്കാത്ത ആൾക്കാർ ഗ്രീൻ ലൈനൊക്കെ വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഒരുപാട് പ്രൊസീജിയറിലൂടെ മെയിലിലൂടെയൊക്കെ അവരുടെ പുറകെ നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏതായാലും നമ്മൾ ഇത്രയും പൈസ മുടക്കുമ്പം ചെറിയൊരു എമൗണ്ട് കൂടെ ആഡ് ഓൺ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എമിൽ സൈനിങ് ഓഫ്.